നമസ്കാരം, ട്രാവൽ ഇന്ത്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ഫുഡ് ഐറ്റമാണ് പരിചയപ്പെടുത്തുന്നത്. പത്തർപാൽ. ഇതൊരു വെറൈറ്റി ഫുഡാണ്. അത് ബാംഗ്ലൂർ ശിവാജി നഗറിൽ കിട്ടുന്നൊരു ഫുഡാണ്. ഈ നോയമ്പ് കാലത്ത് മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. വൈകിട്ട് ഒരു 5 മണി തൊട്ട് ഇതങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് ഇവർ വന്ന് കല്ലിട്ട് കുറേ വിറകിട്ട് കത്തിച്ച് ഒരു കല്ലിൻ്റെ മുകളിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അത് അത് ചൂടാൻ കുറേ സമയം, പക്ഷേ ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലിട്ട് ബീഫും മട്ടനും കൊണ്ട് ഉണ്ടാക്കും. അതിലൊരു പ്രത്യേക മസാലയിലിട്ട് അതങ്ങോട്ട് ചുട്ടെടുക്കുക. അതൊരു വെറൈറ്റി ആയിട്ടാണ്. മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഫുഡാണ്. ഈ ഫുഡ് നമ്മൾ വേറെ ഞാൻ കിട്ടില്ല. ഇതൊരു ഹൈദരാബാദി ഫുഡാണ്. ഹൈദരാബാദ് കിട്ടുമായിരിക്കും, എനിക്ക് അത്ര അറിയത്തില്ല. എങ്കിലും ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ ഈ ഫുഡ് കണ്ടു. അതുകൊണ്ട് എനിക്കൊരു വീഡിയോ ചെയ്ത്. ഇത് അവിടുത്തെ ആ തണുപ്പത്ത് ഇങ്ങനെ ഒരു ചൂടോടെ നമുക്ക് കിട്ടുമ്പോൾ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന ഒരു നൂൽപുട്ടാണ്. വേണമെങ്കിൽ മേടിക്കാൻ, നൂൽപുട്ട് ഇല്ലേ പോലും നമുക്കിത് കഴിക്കാൻ ഒരു വെറൈറ്റിയാണ്. ഇത് ശരിക്കും ബീഫാണ് കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്, പക്ഷേ മട്ടനും കിട്ടും. പക്ഷേ വലിയ റേറ്റ് ഒന്നുമില്ല. നമുക്ക് സുഖമായിട്ട് 100 രൂപയ്ക്ക് കഴിക്കാവുന്നൊരു സാധനമാണ്. എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ്. മലയാളികൾ ബാംഗ്ലൂരിലുള്ളവർക്കറിയാം. അവിടെ ഈ ശിവാജി നഗറാകുമ്പോൾ ഏറ്റവും കൂടുതൽ വെറൈറ്റി ഫുഡ്സ് കിട്ടുന്ന സ്ഥലമാണ്. ഈ ചിക്കൻ, മട്ടൺ, ബീഫ്, ഇത് കൂട്ടാൻ സ്വീറ്റ്സും പായസവും ചായ, അങ്ങനെ പല പല വെറൈറ്റി ഫുഡ് അവിടെ കിട്ടും. എന്തായാലും നീ നോയമ്പ് കാലത്ത് വൈകിട്ട് വിട്ടോളൂ ശിവാജി നഗറിലേക്ക്. അവിടെ ചെന്നിട്ട് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഫുഡാണ് പത്തർപാൽ. ഇത് ശരിക്കും ഒരു ട്രഡീഷണൽ ഹൈദരാബാദി ഫുഡ് തന്നെയാണ്. ആ കല്ലിലിട്ട് അത്രയും വലിയൊരു കല്ല് ചൂടാക്കി അതിൻ്റെ മേളിലുണ്ടാക്കുന്ന ഒരു ഫുഡ് തന്നെയാണ്. എന്തായാലും അതിൻ്റെ ഒരു പ്രത്യേക രുചിയാണ്. ഒന്ന് ചിന്തിക്കുക, ഇരുമ്പയിലൊക്കെ ഉണ്ടാക്കുന്ന കല്ലെ ചുട്ടെടുക്കുന്ന ഫുഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ റെയറായിരിക്കും, പക്ഷേ അതൊന്ന് ട്രൈ ചെയ്യേണ്ടതാണ്. എന്തായാലും നിങ്ങൾ ഈ നോയമ്പ് കാലത്ത് മസ്റ്റായിട്ടും ബാംഗ്ലൂർ ചെന്നിട്ട് ഈ ഫുഡൊന്ന് ട്രൈ ചെയ്യണം. കാരണം ഇത് എല്ലായിടത്തും കിട്ടത്തില്ല. നമ്മുടെ കേരളത്തിലെങ്ങും കിട്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും മസ്റ്റായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്യുക. അതിൻ്റെ സ്മെല്ല്, അതിൻ്റെ രുചി, ചിലർക്കൊക്കെ കേരളത്തിലെ മസാല സ്റ്റൈലല്ല, ഇതൊരു കർണാടക സ്റ്റൈൽ മസാലയാണ്. ഹൈദരാബാദ് അങ്ങനെയുള്ളവർക്ക് അതൊരു ഇത് തോന്നും. പക്ഷേ എങ്കിലും ഇതൊന്ന് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. എന്തായാലും ഈ ഒരു നോയമ്പ് കാലത്ത് ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക്സ് എന്തായാലും നിങ്ങൾ കമൻറ്റായിട്ട് തന്നെ പറയണം. ഞാനീ പറയുന്നത് വെറുതെ അല്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ. ഇതിൻ്റെ ആ കല്ലിൽ, ആ കനലിലിട്ടുണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രത്യേക രുചി തന്നെയാണ്. നമ്മൾ എന്തൊക്കെ ഗ്യാസുമൊക്കെ വന്നാലും ഈ തീയിലുണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക രുചി തന്നെയാണ്. അതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഫുഡാണ് പത്തർപാൽ. ശിവാജി നഗർ ചെല്ലുക. അവിടെ വൈകിട്ട് 6 മണി തൊട്ട് പുലർച്ചെ ഒരു 4 മണി വരെ ഇത് കിട്ടും. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക.